ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ. പ്രതിവർഷ തുക 11 ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ.വി. തോമസിന്റെ യാത്രാബത്ത ഇനിയും കൂട്ടണം എന്ന ആവശ്യം ഉയർന്നത്. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. സൈഫ്, എന്താണ് ഈ ശുപാർശയ്ക്ക് പിന്നിൽ? അത് കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായ കെ.വി. തോമസിന്റെ യാത്രാബത്ത അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ് ഇപ്പോ പൊതുഭരണ വകുപ്പിൽ നിന്ന് ധനവകുപ്പിലേക്ക് പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നത്. 6,31,000 രൂപ പ്രതിമാസം ചെലവാകുന്നുണ്ട്. അതുകൊണ്ട് ആ ചെലവ് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ യാത്രാബത്തയെ വർദ്ധിപ്പിക്കണം എന്നുള്ള ശുപാർശയാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ വന്നത്. 11,31,000 അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ശുപാർശയായി എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പൊതുഭരണ വകുപ്പിൽ നിന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്നൊരു ശുപാർശ വരുമ്പോൾ ധനവകുപ്പ് അത് അംഗീകരിക്കാറാണ് പതിവ്. അതായത് 11,31,000 പ്രതിവർഷം അദ്ദേഹത്തിന്റെ യാത്രാബത്ത വർദ്ധിപ്പിക്കുന്നു സാർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിപ്പോ അംഗീകരിക്കപ്പെടുന്നതാണോ, സാധാരണ നിലയ്ക്ക് അംഗീകരിക്കപ്പെടുന്നതാണോ സൈഫ് മനസ്സിലാക്കേണ്ടത്? അതെ നിഷാദ്, സാധാരണഗതിയിൽ അങ്ങനെ ശുപാർശ വരുമ്പോൾ അത് സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് അത് ഈ ധനവകുപ്പിലേക്ക് വരുന്ന എല്ലാ ഫയലുകളും, സാധാരണഗതിയിൽ വരുന്ന എല്ലാ ഫയലുകളും, പൊതുഭരണ വകുപ്പിൽ നിന്ന് വരുന്ന ഫയലുകളെല്ലാം അത് അംഗീകരിക്കപ്പെടുന്ന ഒരു പതിവാണ് ഉള്ളത്. അതുകൊണ്ട് 5 ലക്ഷം എന്നുള്ള അദ്ദേഹത്തിന്റെ യാത്രാബത്ത ഇനി 11,31,000 വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ സൈഫ്, ഒരു കാര്യമുള്ളത്, ഇതിപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് സർക്കാർ ഉള്ളത്. കെ.വി. തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് മുൻപുണ്ടായിരുന്ന സമ്പത്തിന്റെ നിയമനം പോലും അധിക ചെലവാണെന്ന ആക്ഷേപം സർക്കാർ കേട്ടതാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ കൂടുതൽ പണം അനുവദിക്കാനുള്ള തീരുമാനം, PSC അംഗങ്ങളുടെ ശമ്പള വർധന പോലെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനെ ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പ് എത്രയായിരിക്കും? അത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുകയാണ്. പല ചെലവുകളും വെട്ടിച്ചുരുക്കണം എന്ന് പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതിരുന്നു. അതിനിടയിൽ ഇന്നലെ PSC ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് മുന്നിൽ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് വർദ്ധിപ്പിക്കും എന്നുള്ള ചോദ്യം സാധാരണഗതിയിൽ ഉയർന്നു വരുന്നതാണ്. കെ.വി. തോമസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി നിയമസഭയിൽ കൊടുത്തൊരു രേഖ പ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ ഓണറേറിയമായി അനുവദിച്ചിരിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. ആ സമയം വരെ 19 ലക്ഷം രൂപയാണ്. ജീവനക്കാർക്കുള്ള വേതനവും മറ്റുമായിട്ട് ഏതാണ്ട് 2 കോടി രൂപ അല്ലാതെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. വിമാനയാത്രാ ചെലവായിട്ട് 7,18,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ചെലവ് സംസ്ഥാന സർക്കാർ കെ.വി. തോമസുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഒരു വർധനവ് സംസ്ഥാന സർക്കാർ വരുത്തുന്നത്. അത് PSC ചെയർമാൻമാരുടെ ഇതിൽ വർധനവ് വരുത്തുന്നു. അതിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ തന്നെ ആശാ വർക്കർമാർ വേതന വർധന ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തിയിട്ട് അതിനെ പരിഗണിക്കാതെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നവരുടെ വർധനവ് പരിഗണിക്കുന്നു എന്നുള്ള വിമർശനം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ കാര്യത്തിൽ സൈഫ്, ഈ കെ.വി. തോമസിന്റെ ഡൽഹിയിലെ ഇടപാടുകൾ അത് എന്തുമാത്രം സൃഷ്ടിപരമാണെന്ന് സമർത്ഥിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട്? അദ്ദേഹം ഇപ്പോൾ അവിടെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ജോലി ചെയ്യുന്നു. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ലൈസണിംഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നിരിക്കെ അതെന്തുമാത്രം പ്രൊഡക്റ്റീവാണ്, എന്തുമാത്രം കേരളത്തിന് ഗുണപരമായ ഇടപാടുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്? ഇത് സർക്കാരിന് ടെക്നിക്കലി ആൻഡ് പൊളിറ്റിക്കലി സർക്കാരിന് ഇത് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടോ സൈഫ്? ഇല്ല നിഷാദ്, അങ്ങനെ ഇല്ല. നമുക്ക് ഈ സർക്കാരിന്റെ കാലത്തല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമ്പത്തിനെ അവിടെ നിയോഗിച്ചിരുന്നു. അതിനകത്ത് ചില ഇടപെടലുകൾ, ഇപ്പോ വിദേശത്ത് വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന സമയത്തുണ്ടാകുന്ന ചില ഇടപെടലുകൾ, ഉക്രൈനിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടഞ്ഞപ്പോൾ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാതാവുമ്പോൾ ചില സംസാരങ്ങൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രൊഡക്റ്റീവായിട്ട് ഉൽപാദനം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. കാര്യമായ ഗുണം സംസ്ഥാനത്തിന് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഒരു പ്രകൃതിയുണ്ട്, അങ്ങനെ ഒരു ലൈസണിംഗ് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു നടുവിൽ നിന്നുള്ള സംസാരം നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് നേടിയെടുക്കാൻ എന്തെങ്കിലും കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 0 ആയിരിക്കും വിശാൽ. ശരി, ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു, അവരുടെ വേതനം കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കി, ഉണ്ടായില്ല. എന്ന് മാത്രമല്ല പല മേഖലകളിലും സർക്കാരിൻ്റെ ഫണ്ട് ഫ്ലോ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇതാ PSC അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം കുത്തനെ കൂട്ടുന്നു. ഇതാ കെ.വി. തോമസിന് ഡൽഹിയിലെ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഓൾറെഡി അദ്ദേഹത്തിന് കൊടുക്കുന്ന പൈസയെക്കുറിച്ച് വലിയൊരു ഡിസ്കഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തിനാണ് ഈ ചെലവ്, എന്തിനാണ് ഈ പദവി? ഈ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.